ഇന്ത്യയെ വീണ്ടെടുത്ത ദിവസമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് ഉറപ്പുള്ള ഒരു ദിവസം. ചാനലിലൊക്കെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ള വാർത്ത കാണാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ജനാധിപത്യ ബോധമുള്ള സെക്കുലറായ ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ, ആർഗ്യുമെൻറ്റേറ്റീവായ ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ ഈ ദിവസം നിക്ഷേപിക്കപ്പെടുന്ന ഊർജ്ജവും പ്രത്യാശയും ജനാധിപത്യത്തെ പറ്റിയിട്ടുള്ള പ്രതീക്ഷയും എത്ര വലുതാണ് എന്ന് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യ എന്നൊരു സങ്കല്പമുണ്ട് അമർത്യ സെന്നിൻ്റേതായിട്ട്. നമുക്കറിയാം, ഒന്നുമില്ല, ചിന്തിക്കുന്ന ഇന്ത്യക്കാരൻ, വിയോജിക്കുന്ന ഇന്ത്യക്കാരൻ, വിസമ്മതി രേഖപ്പെടുത്തുന്ന ഇന്ത്യക്കാരൻ, അധികാരത്തിൻ്റെ ധാർഷ്ട്യങ്ങളോട് തർക്കിക്കുന്ന ഇന്ത്യക്കാരൻ, ഞാൻ വിയോജിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരു ധൈര്യക്കുറവുമില്ലാത്ത ഇന്ത്യക്കാരൻ, അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ ചരിത്രത്തിൽ ഉടനീളമുണ്ട്. ആ ഇന്ത്യക്കാരനാണ് അംബേദ്കറായി, ഗാന്ധിയായി, നെഹ്റുവായി, എത്രയോ വംശപരമ്പരയിൽപ്പെട്ട മനുഷ്യരായി നമ്മുടെ ചരിത്രത്തെ ജീവിപ്പിച്ചത്, നമ്മളായി പടർന്നത്, സ്വാതന്ത്ര്യ സമരമായി നിറഞ്ഞു തൂകി ഇന്ന് 2026 അഭിജിത്ത് ദീപ്കയായി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതലായി നിൽക്കുന്ന ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യക്കാരൻ 2012 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ എവിടെയായിരുന്നു? ഏത് നിമിഷം വേണമെങ്കിലും അങ്ങനെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യക്കാരനായ ഒരാൾ UAPA ചുമത്തി ആൻറ്റി ഇന്ത്യക്കാരനായി പ്രഖ്യാപിക്കപ്പെട്ട് പോലീസുകാരൻ്റെ തല്ലുകൊണ്ട് പലപ്പോഴും അർബൻ നക്സലാക്കി ഇന്ത്യയിലെ ജനാധിപത്യ ഭൂപടത്തിൽ നിന്ന് അയാൾ മാഞ്ഞുപോയി കഴിഞ്ഞിരുന്നു. ആ ഇന്ത്യക്കാരനെ വീണ്ടെടുത്ത, നിർഭയമായി വിയോജിക്കാൻ കഴിയുന്ന ഇന്ത്യക്കാരനെ ചരിത്രത്തിലേക്ക് തിരിച്ചു കൊടുത്ത സമരമായി ആയിരിക്കും ഭാവിയിൽ ഈ ദിവസം, ഈ സമരം രേഖപ്പെടുത്തപ്പെടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോദി ഗവൺമെൻറ്റിനെ പറ്റി ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എല്ലാ കാലത്തും നരേന്ദ്രമോദി സർക്കാർ അഭിസംബോധന ചെയ്തത് ചരിത്രത്തെയായിരുന്നു. രാമനെ, സീതയെ, അയോധ്യയെ, പഴയ വർഗീയ ലഹളകളെ, മുഗൾ സാമ്രാജ്യത്തെ, ഭാവിയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതിരുന്നൊരു ഭരണകൂടം എല്ലാ കാലത്തും ചരിത്രത്തെ അഡ്രസ്സ് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഭാവിയെ വാർക്കുന്ന ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നപ്പോൾ നിലനിറ്റിപ്പോയി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത. ഭാവിയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത്. ഇന്ത്യയിലെ യൂത്തിനെയാണ്, അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങളെയാണ്, അവരുടെ ചോദ്യങ്ങളെയാണ്, അവരുടെ നിർഭയത്വത്തെയാണ് ഗവൺമെൻറ്റിന് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത്. അതിന് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നറിയാതെ ഗവൺമെൻറ് വിലംപതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും വിമർശനാത്മകമായിട്ടൊക്കെ പറയുന്നൊരു കാര്യം ജൻസിക്ക് രാഷ്ട്രീയ ബോധമില്ല എന്നുള്ളതായിരുന്നു. ആത്മവിമർശനമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം അങ്ങനെയല്ല. അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഒരു കോസ്, ഈ രാജ്യത്തെ ബാധിക്കുന്ന ഒരു കോസ് ഉണ്ടായാൽ, ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടായാൽ, മുദ്രാവാക്യമുഖരിതമായൊരു സമൂഹത്തെ നിർമ്മിക്കാൻ ചരിത്രത്തിൽ നിന്നും ഭാവിയിൽ നിന്നും ഇറങ്ങി വരാൻ അവർക്ക് നിർഭയത്വത്തോടെ കഴിയും എന്ന് ഈ സമര ദിവസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ സമരത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ സുദീർഘമായ പ്രസംഗങ്ങൾ നടത്തുന്നില്ല, അവർ പാട്ട് പാടുന്നു, അവർ നൃത്തം ചെയ്യുന്നു, അവർ പൂക്കൾ, തല്ലാനോങ്ങുന്ന പോലീസുകാർക്ക് പൂക്കൾ കൊടുക്കുന്നു, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയാണ്, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഭരണകൂടങ്ങൾക്കെതിരായിരിക്കും, പക്ഷേ ഇന്ത്യക്കെതിരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ വിമർശിക്കുന്ന ആളുകൾ, ഈ സമരത്തെ വിമർശിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? അവർ ആൻറ്റി ഇന്ത്യൻ ആണെന്ന് പ്രഖ്യാപിക്കുന്നതാണ്. നമുക്കിപ്പോഴും അറിയാത്തൊരു കാര്യം, ഇങ്ങനെ വലതുപക്ഷ ബോധമുള്ള മനുഷ്യർക്ക് അറിയാത്തൊരു കാര്യം, നിങ്ങൾ ഭരണകൂടവും ഈ രാജ്യവും രണ്ടാണെന്നുള്ളതാണ്. ഭരണകൂടം വരും, പോകും, ഭരണകൂടം മാറിമറിയും, ഭരണകൂടങ്ങൾ ഉയരും, ഭരണകൂടങ്ങൾ വീഴും, പക്ഷേ ഈ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് വേരുപൊട്ടാതെ നിലനിൽക്കാൻ ഈ രാജ്യത്തെ മനുഷ്യർ സെക്കുലറായി പോരാടിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. ആ പോരാട്ടത്തിന് ഫലമുണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഇന്ന് അഭിജിത്ത് ദീപ്കയ വേദിയിൽ തീവ്രമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തത്, ഒരുപക്ഷെ ചരിത്രബോധമുള്ള മനുഷ്യരുടെ എല്ലാം ഓർമ്മയിൽ വന്നത് 1974 ഇന്ത്യയുടെ ജനാധിപത്യ ജീവിതത്തെ വീണ്ടെടുത്ത ബീഹാറിലും ഗുജറാത്തിലും ഒരു തീപ്പന്തമായി ആഞ്ഞടിച്ച ചെറുപ്പക്കാരുടെ സമരം, പിന്നീട് അടിയന്തരാവസ്ഥയിൽ കലാക്ഷിച്ച്, പിന്നീട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെ വീഴ്ത്തിയ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മയാണ് ശരിക്കും അഭിജിത്ത് ദീപ്കയും CJPയിലെ ചെറുപ്പക്കാരും മുന്നോട്ട് വെച്ചത്. 1974 ഈ ബീഹാറിലെയും ഗുജറാത്തിലെയും മുഖ്യമന്ത്രിമാർക്കെതിരെ ഉയർന്ന സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, തൊഴിലില്ലായ്മ പരിഹരിക്കുക. രണ്ട്, അഴിമതി ഇല്ലാതാക്കുക. ആദ്യമൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവസാനം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ ഭരണം വീഴുന്നതിൽ, മുഖ്യമന്ത്രി സ്ഥാനം അവർ രാജിവെക്കുന്നതിൽ ഈ സമരം കലാശിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും അവസാനിച്ചില്ല. രാഷ്ട്രീയ പാർട്ടികൾ പല അരികുകളിൽ നിന്ന്, പല ദിശകളിൽ നിന്ന് ഈ ചെറുപ്പക്കാരോടൊപ്പം ചേർന്നു. ജയപ്രകാശ് നാരായൺ ഈ ചെറുപ്പക്കാർക്ക് നേതൃത്വമായി. ഇന്ന് സോനം വാങ്ചുകിനെ പോലെ അദ്ദേഹം നേതൃത്വമായി. ആ സമരം അവസാനിക്കുന്നത് എവിടെയാണ്? ആ സമരം അവസാനിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ അനുഭവമായി മാറിയ 1977 തിരഞ്ഞെടുപ്പിലാണ്. ആ 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആദ്യമായി ഏകാധിപത്യത്തിൻ്റെ കവിള തടിയേറ്റു എന്നുള്ളതാണ് പ്രത്യേകത. ഏകാധിപത്യത്തിൻ്റെ പ്രത്യേകത, ഏകാധിപത്യങ്ങൾ പല കാലങ്ങളിലും തിളയ്ക്കുകയും മറിയുകയും തൂവുകയും ചെയ്യും, പടരുമെന്ന് നമ്മളെ ഭയപ്പെടുത്തും. പക്ഷേ ജനാധിപത്യത്തിൻ്റെ സവിശേഷമായ ചൈതന്യം കൊണ്ട് മനുഷ്യർ
സമരം ചെയ്യുന്ന മനുഷ്യർ, ചോദ്യം ചോദിക്കുന്ന മനുഷ്യർ, ലാത്തിയെ പേടിയില്ലാത്ത മനുഷ്യർ, ഇന്ത്യ ഒരനുഭവമായി ഉള്ളിൽ സൂക്ഷിക്കുന്ന മനുഷ്യർ, ഇന്ത്യ എന്ന ആശയത്തിൻ്റെ യഥാർത്ഥ പ്രയോക്താക്കൾ, സെക്യുലറായ മനുഷ്യർ, സമരഭരിതമായ ജീവിതം സ്വപ്നം കാണുന്ന മനുഷ്യർ, ഈ രാജ്യത്തിനു വേണ്ടി തീവ്രമായ അഭിവാഞ്ഛയോടെ സർവ്വതും നഷ്ടപ്പെടുത്താൻ കഴിവുള്ള മനുഷ്യർ. സോനം വാങ്ചുകിനെ പോലെയുള്ള മനുഷ്യർ സമരം ചെയ്യുകയും നിർഭയമായി നിരാഹാര സമരം മരണം വരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിൻ്റെ ജീവന് തങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ പുറത്താണ്. ആ ഓർമ്മ ഗാന്ധിയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചെറുപ്പക്കാർ ഉയർത്തിയ മുദ്രാവാക്യം, പ്ലക്കാർഡ് ആരുടേതാണ്? അത് അംബേദ്കറിൻ്റെതാണ്. അംബേദ്കറും ഗാന്ധിയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട, അംബേദ്കറും ഗാന്ധിയും ഒരുമിച്ച് പോരാട്ടത്തിനിറങ്ങിയ, മുദ്രാവാക്യം മുഴക്കിയ സമരമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും ഈ കഴിഞ്ഞുപോയ സമരദിനങ്ങൾ. അതുകൊണ്ട് ഈ സമരത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമരം ഒരു തുടർച്ചയും ഒരു വിടർച്ചയുമായി ഇന്ത്യയുടെ ജനാധിപത്യ ഭൂപടത്തെ വികസ്വരമാക്കുക തന്നെ ചെയ്യും.